രാവിലെ 8 മണിക്ക് കൊടുക്കേണ്ട കുറച്ച് കേക്ക് ഓർഡർ ആയിരുന്നു കേട്ടോ ഇത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്രിസ്മസ് തലേന്നത്തെയും അപ്പോൾ ക്രിസ്മസിൻ്റെ അന്നത്തെയും കുറച്ച് വീഡിയോയും കേക്ക് ഓർഡറും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് ഒന്ന് ചായയൊക്കെ കുടിച്ച ശേഷം പണികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിറയെ കേക്ക് ഓർഡറൊക്കെ കിട്ടിയ ദിവസമായിരുന്നു കേട്ടോ ക്രിസ്മസ് തലേന്നും. അതുപോലെ 22, 23, 24 തീയതി എല്ലാം നിറയെ കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു. നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് ഒരു ചായയൊക്കെ കുടിച്ച ശേഷം ഞാൻ കേക്കെല്ലാം ഡെക്കറേഷൻ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കായിരുന്നു. നമ്മൾ ഓരോ ദിവസത്തിനനുസരിച്ചുള്ള 23-ാം തീയതി കൊടുക്കേണ്ട കേക്കെല്ലാം ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കും. അങ്ങനെ ചെയ്യും തോറും വിളിച്ച് കൊടുത്തുകൊണ്ടിരുന്നു കേട്ടോ. അല്ലാതെ നമ്മളെ ഫ്രിഡ്ജിൽ ചെറിയ ഫ്രിഡ്ജൊക്കെ ആയതുകൊണ്ട് നമുക്കെല്ലാം വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കേക്കെല്ലാം ചെയ്ത ഉടനെ എല്ലാം നമ്മൾ വിളിച്ച് കസ്റ്റമറെ ഏൽപ്പിക്കുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാളും ഈ വർഷം നിറയെ കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമുക്ക് രാവിലെ ജോലികളൊന്നും ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ എല്ലാ മക്കളും അതുപോലെ തന്നെ ചേട്ടായും കൂടെയൊക്കെയാണ് എല്ലാം സഹായിച്ചത്. അപ്പം നമുക്കറിയാനുള്ള വീട്ടിൻ്റെ അടുത്തുള്ളവരൊക്കെ 2-3 സ്കൂളിലത്തേക്കൊക്കെ ഉള്ള വലിയ കേക്ക് ഓർഡറൊക്കെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല പിന്നെ മോൻ്റെ കോളേജിലത്തേക്ക്, മോൻ്റെ കൂട്ടുകാരൻ്റെ കോളേജിലത്തേക്കുള്ള കേക്കുകളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ചെയ്ത് കേക്കെല്ലാം ചെയ്ത് കൊടുത്ത് പിന്നെ കുറച്ചൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച ശേഷമാണ് രാവിലത്തെ കാപ്പിക്ക് പുട്ടായിരുന്നു. പുട്ടും അതുപോലെ തന്നെ പോർക്ക് തോരനുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പോർക്ക് തോരൻ വയ്ക്കുന്ന വീഡിയോസ് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുക്കറിൽ വെച്ച് നമ്മളിത് പന്നിയിറച്ചി വേവിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ വെന്ത് നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ പെട്ടെന്ന്. അതിന് ശേഷം നമുക്കതിൻ്റെ ആ എണ്ണയൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞ ശേഷമാണ് നമ്മൾ തോരൻ വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഊണൊന്ന് തയ്യാറാക്കാൻ പറ്റിയ മക്കൾക്ക് കപ്പയും അതുപോലെ പോർക്കൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഞാൻ അതൊന്നും കഴിക്കാത്തത് കൊണ്ട് എനിക്ക് ഊണ് വിളിച്ച് വരുത്തിയായിരുന്നു കേട്ടോ. ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഊണ്. അതുപോലെ തന്നെ കറികളൊക്കെ നിറയെ കറികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ ഊണൊക്കെ ഒന്ന് എടുത്ത് പുറത്ത് വയ്ക്കുകയാണ് കേട്ടോ. നിറയെ കറികളും 2 തരം പായസമൊക്കെ കൂട്ടിയുള്ള നല്ലൊരു ഊണായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഒരാൾക്കാണ് ഓർഡർ ചെയ്തെങ്കിൽ പക്ഷേ അത് 2 പേർക്ക് വരെ കഴിക്കേണ്ട നല്ല സദ്യ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഊണൊക്കെ ഒന്ന് പാത്രത്തിലേക്കൊക്കെ ഒന്ന് മാറ്റിയ ശേഷം ഇലയിലേക്ക് ഒന്ന് വിളമ്പി കഴിക്കുകയാണ് കേട്ടോ. നല്ല തിരക്ക് കാരണം നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ 2 തരം പായസം ഉണ്ടായിരുന്നു കേട്ടോ. പാൽപ്പായസവും അടപ്പായസവും ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഊണായിരുന്നു. പിന്നെ ഇത് 25-ാം തീയതിയുള്ള വീഡിയോസാണ് കേട്ടോ. അപ്പോൾ രാവിലെ ചിക്കനൊക്കെ ഒന്ന് പുരട്ടി വയ്ക്കുകയാണ് കേട്ടോ. മസാല എല്ലാം പുരട്ടിയ ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും കറിവേപ്പിലയും കൂടെയൊക്കെ മിക്സ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ അതൊന്ന് റെസ്റ്റ് ആവുന്ന സമയം കൊണ്ട് ഞാൻ ഇതിലേക്ക് വേണ്ടിയുള്ള കുറച്ച് മസാലയൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കടയിൽ നിന്ന് പൊടി വാങ്ങിക്കില്ല കേട്ടോ. ഞാൻ ഇതുപോലെ വാങ്ങിച്ച് നല്ലതുപോലെ വറുത്ത് പൊടിക്കുകയാണ് ചെയ്യണത്. പിന്നെ ബിരിയാണിക്കുള്ള അരിയും വെന്തിട്ടുണ്ട്. നമ്മൾ അരി വേവിക്കാൻ ഇടുമ്പോൾ കുറച്ച് നെയ്യ് ചേർത്തിട്ടാണ് വേവിക്കാട്. അപ്പോൾ നല്ലതുപോലെ അരി വെന്ത് കിട്ടും കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് ദം ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ചോറൊക്കെ ഒന്ന് ഉരുളിയിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ സവാളയും മുന്തിരിയൊക്കെ വറുത്തതൊക്കെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കില്ല കേട്ടോ. ടൂട്ടി ഫ്രൂട്ടിയോ അതുപോലെ പൈനാപ്പിളോ ഒന്നും ചേർത്തിട്ടില്ല. ഇത് 3 മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ വറുത്ത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ നെയ്യൊക്കെ ധാരാളം ചേർക്കുമ്പോഴാണ് അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ബിരിയാണിക്ക്. നെയ്യൊക്കെ കുറവാണെങ്കിൽ ബിരിയാണിക്ക് അധികം ടേസ്റ്റ് കാണില്ല. അപ്പം നമ്മൾ വല്ലപ്പോഴൊക്കെ അല്ലേ വയ്ക്കാവൂ. അധികം എന്നും ബിരിയാണിയൊന്നും വെച്ച് കഴിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ചിക്കനൊക്കെ ഇവിടെ നല്ലതുപോലെ മസാലയൊക്കെ പുരട്ടി കറി വയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി കിട്ടും. അടുത്ത നേരത്തെ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ച ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അതും അതുപോലെ തന്നെ അത് നല്ലതുപോലെയൊക്കെ ഫ്രൈ ചെയ്ത് വരട്ടെ. പിന്നെ ഞാൻ ഈ ഊണൊക്കെ കഴിഞ്ഞ ശേഷം വൈകുന്നേരം ഒന്ന് പുറത്ത് പോയായിരുന്നു. അപ്പം നമ്മുടെ പള്ളിയിൽ ഞാൻ പോകുന്ന പള്ളിയുടെ അലങ്കാരമാണ് കേട്ടോ. നല്ല ഭംഗിക്ക് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ അകത്തോട്ടൊന്നും ഞാൻ എടുത്തില്ല. അതായത് പുറത്ത് മാത്രമായിട്ടാണ് എടുത്തിരിക്കുന്നത്. പുൽക്കൂടൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അടുത്ത ഇതിൻ്റെ നല്ലൊരു വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. നല്ല ഭംഗിക്കാണ് ലൈറ്റൊക്കെ ഇട്ട് സ്റ്റാറൊക്കെ വെച്ച് അലങ്കരിച്ചിരിക്കുന്നത്. കാണാൻ നല്ല നല്ല രസമില്ലേ ആ ലൈറ്റൊക്കെ. അപ്പം നമ്മൾ പോകുന്ന പള്ളി മാത്രമല്ല കേട്ടോ, നമ്മളിവിടെയുള്ള എല്ലാ പള്ളികളും ഇതുപോലെ അലങ്കരിച്ചിട്ടുണ്ട്. നല്ല ഭംഗിക്ക് സ്റ്റാറൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട്, അതും കൂടി ഒന്ന് കേൾക്കണേ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ഞാൻ ഇന്നൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കുറേയുടെ വീഡിയോസ് ഞാൻ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ തിരക്ക് കാരണമാണ്, കേക്കിൻ്റെ ഓർഡറൊക്കെ കൊണ്ട് തിരക്ക് കാരണമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഞാൻ കാണും, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ കുറേ പേര് ലൈക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുമാത്രമല്ല എല്ലാവരുടെ വീഡിയോയും ഞാൻ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യും. തിരിച്ചും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.